സോഷ്യൽ മീഡിയ ഹൈപ്പ് കണ്ട് പുസ്തകങ്ങൾ വായിച്ച് മൂഞ്ചി പോയവരായിരിക്കും നമ്മൾ. അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സിനിമയുടെ BGM എടുക്കുക, ഒരു ബന്ധമില്ലാത്തൊരു കോട്ട് വെക്കുക, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുക. നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ മ്യൂസിക്കും ആ സിനിമയുടെ സീനൊക്കെ വെച്ചായിരിക്കും നമ്മൾ ആലോചിക്കുക ഈ ബുക്കിൻ്റെ കഥ ഇങ്ങനെയാവാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പല ബുക്കുകളും വാങ്ങുന്നത്. ശരിക്കും പുസ്തകം വാങ്ങി വായിച്ച് നോക്കുമ്പോൾ ആ കണ്ട റീലുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ നമ്മൾ ഒരുപാട് പുസ്തകങ്ങൾ ഈയിടെയായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇതൊരിക്കലും പെയ്ഡ് പ്രൊമോഷൻ തെറ്റാണെന്നല്ല. ഈ പ്രൊമോട്ട് ചെയ്യുന്ന പുസ്തകങ്ങളിലെ ക്വാളിറ്റി എന്താണെന്ന് കുറഞ്ഞ പക്ഷം അവർ വായിച്ചു നോക്കുക. ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് മനസ്സിലായ കാര്യം, കുറച്ച് പൈസ തരും, ആ ബുക്കിൻ്റെ സ്ക്രിപ്റ്റ് തരും, ആ സ്ക്രിപ്റ്റ് വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ പറഞ്ഞാൽ മതി. പുസ്തകം വായിക്കാതെ പോലും റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. പാവപ്പെട്ട വായനക്കാരെയാണ് നമ്മളത് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ഈ ജെന്യൂനിറ്റി, ഈ ഇൻഫ്ലുവൻസേഴ്സിനുള്ള ജെന്യൂനിറ്റി നഷ്ടപ്പെടുകയും അത് മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുകയും ചെയ്യും. ശരിക്കും ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഒരുപാട് അറിയപ്പെടാത്ത എഴുത്തുകാരാണ്, അല്ലെങ്കിൽ ഈ പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കയ്യിൽ പൈസ കൊടുക്കാത്തവരോ അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് എഴുത്തുകാരും നല്ല പുസ്തകം നമുക്ക് ചുറ്റുമുണ്ട്. ഈ സോഷ്യൽ മീഡിയ ട്രെൻഡിൻ്റെ ഹൈപ്പിൻ്റെ പിറകിൽ പോകുമ്പോൾ ഒരുപാട് നല്ല കൃതികൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, നമ്മൾ വായിക്കാതെ പോകുന്നുണ്ട്. അതൊരു വലിയ പ്രശ്നമാണ്. അത് വായനക്കാരൻ തന്നെയാണ് അത് കണ്ടെത്തി വായിക്കേണ്ടത്.